പെൻഷനിൽ ജോലി ചെയ്തവരാണ്. ഇവിടെ എല്ലാവരും ഒരേ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് എല്ലാവരെയും അന്യോന്യം ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതുപോലൊരു കൂട്ടായ്മ ഞാൻ ഒരുപാട് സംഘടനകളുണ്ട്. സത്യത്തിൽ ഇപ്പം നമ്മുടെ മംഗളാനന്ദൻ കർഷക സംഘം പ്രസിഡന്റ് മുളിയോർ കോണം ഇരിക്കല്ല കോണം തന്നെയല്ലേ? അല്ല ഞാൻ പറയാം. അപ്പോ അദ്ദേഹം സൂചിപ്പിച്ചു 1 India 1 പെൻഷനെ കുറിച്ച് 2 വാക്ക് ഞാൻ പറയാം. നമ്മുടെ നല്ല കാര്യങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പം ഇതിനെക്കുറിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികത്തിനേക്കാളും നമ്മൾ ആരോഗ്യം കൂടി കിട്ടും. ഞാനിപ്പോൾ 72 വയസ്സായി. ഇന്നും എവിടെയും എന്ത് ജോലിയും ഇപ്പോൾ ഒരു 20 ലിറ്റർ പെയിന്റ് തൂക്കാനുള്ള ശക്തി ഇന്നുണ്ട്, മുമ്പേ ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾ ആക്റ്റീവാണ് സമൂഹത്തിൽ പലതിലും. ഞാൻ 1 India 1 പെൻഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് ഈ ഒരു വർഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതെന്ന് വെച്ചാൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 10,000 രൂപ പെൻഷൻ. കാരണം നമ്മൾ ചെറുപ്പം മുലക്കുപ്പി മുതൽ നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മളെ നികുതി പണമാണ് ഗവൺമെന്റ്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടും. അവരെ 60 വയസ്സ് കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഒരു പ്രൊഡക്ടിവിറ്റിയും ഇല്ല. പക്ഷെ അവർക്ക് 1 ലക്ഷവും 3 ലക്ഷവും പെൻഷൻ കിട്ടുമ്പോൾ നമുക്ക് 2 വാക്ക് പറയുന്നത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ലിമിറ്റ് ചെയ്ത് 30,000 40,000 മതി. അവർക്ക് ഒരു വീട്ടിൽ തന്നെ 2 ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ബാങ്കിൽ ഡെഡ് മണിയായിട്ട് കിടക്കുകയാണ്. അതേ സ്ഥാനത്ത് ഈ 10,000 രൂപ ഓരോ 60 വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സർക്കുലേറ്റ് ചെയ്യും, കംപ്ലീറ്റ് ഒരു സൈക്ലിംഗ് ആണ്. അപ്പോൾ എന്താവും? ബിസിനസ്സുകാരുടെ ബിസിനസ് മേഖല വർദ്ധിക്കും. അപ്പോൾ രാജ്യത്തിന് അതിൻ്റെ ഗുണമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയപരമായിട്ട് ഞാൻ ഇതിൽ കയറുന്നില്ല. അതുകൊണ്ട് അതിപ്പം വളരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 2 വണ്ടി വാഹനമായിട്ട് വാഹന പ്രേരണ യാത 10 ആൾക്കാർ അതിൽ സ്ഥിരം ഇരുന്നു കൊണ്ട് തന്നെ അതിൽ പ്രമുഖ വ്യക്തികളാണ്. നമ്മുടെ എക്കണോമിസ്റ്റ് ജോ സബാസ്റ്റ്യൻ സാറ് ഈ വണ്ടിയിൽ തന്നെ, അതായത് ചാനൽ ചർച്ചയിലെല്ലാം വരുന്ന, പിന്നെ അതേമാതിരി പ്രൊഫസർ മേരി മാത്യു, അവർ ഗവൺമെന്റ് പെൻഷൻ മേടിക്കുന്നതാണ്. എന്നാലും അതേമാതിരി തന്നെ നമ്മുടെ കാരശ്ശേരി മാഷ്, അയാൾ പറഞ്ഞ എനിക്ക് 30,000 മതി, ഒരു 90,000 പെൻഷൻ കിട്ടുന്നുണ്ട് പ്രൊഫസർക്ക്. അപ്പോൾ അത് ജനങ്ങളോടുള്ള സ്നേഹമാണ് അവർ കാണിക്കുന്നത്. അതുപോലെ എല്ലാവരും കാണിക്കാൻ തയ്യാറാണ്. ആ ഭാഗങ്ങൾ വെക്കുക. ഞാൻ